സ്പേസ് ചാനൽ വചനവിചിന്തന വേദിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടു കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദനഹാകാലം 6-ാം ഞായറാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി തരുന്നത് യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാകാൻ വിളിക്കപ്പെട്ട സ്നാപക യോഹന്നാൻ്റെ സ്നേഹപൂർണമായ ദൗത്യത്തെക്കുറിച്ചാണ്. കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ്റെ മുഖചിത്രത്തോടു കൂടിയാണ് ഈ വചനഭാഗം ആരംഭിക്കുക. ഇസ്രായേൽ ജനത്തിന് അപ്രാപ്യമായിരുന്ന ദൈവത്തെ മുഖാമുഖം കണ്ടതിൻ്റെ സന്തോഷ തിമിർപ്പിലാണ് ഇന്നത്തെ സുവിശേഷത്തിലെ യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക, മണവാളൻ കൂടെയുള്ളപ്പോഴാണ് മണവാട്ടിക്ക് ഏറെ സന്തോഷം നൽകുന്നത്. പഴയ നിയമജനതയുടെ ദൈവത്തിൻ്റെ മണവാട്ടിയായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രതീകം പുതിയ നിയമത്തിലെ ജനതയ്ക്ക് യേശു മണവാളനായിത്തീരുന്ന മറ്റൊരു ചിത്രം ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോയാൽ സ്നേഹിതനായ മോശയ്ക്ക് പോലും അപ്രാപ്യനായിരുന്ന ദൈവത്തെ പുതിയ നിയമ ജനതയ്ക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷം യോഹന്നാൻ തൻ്റെ വാക്കുകളിലൂടെ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ മോശ ദൈവത്തെ കാണാൻ കൊതിയോടുകൂടെ ആഗ്രഹിച്ചപ്പോൾ സ്നേഹിതനായ ദൈവം അവനെ 2 പാറയിടുക്കിൽ ഇറക്കി നിർത്തി. ഈ ദൈവം ഒരു കൈകൊണ്ട് അവൻ്റെ മുഖം മറച്ചു പിടിച്ച് ദൈവം കടന്നു പോകുന്നു. ദൈവം പോയി കഴിയുമ്പോൾ മോശയ്ക്ക് ദൈവത്തിൻ്റെ പുറകു കാണാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചുവെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. പഴയ നിയമജനതയ്ക്ക് അപ്രാപ്യമായിരുന്ന ദൈവം പകൽ മേഘസ്തംഭത്തിലൂടെയും രാത്രി അഗ്നിസ്തംഭത്തിലൂടെയും ദൈവം അവർക്ക് അടുത്തുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ മുഖം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹസാന്നിധ്യം പുതിയ നിയമ ജനതയ്ക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ മണവാളൻ കൂടെയുള്ളപ്പോഴാണ് മണവാട്ടി സന്തോഷവതിയാകുക എന്ന തിരുവചനത്തിലൂടെ തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിലെ റൂത്തും നവോമിയും ഈശോയുടെ മുത്തശ്ശിമാരാകാൻ കൃപ കിട്ടിയ 2 കഥാപാത്രങ്ങളാണ്. റൂത്ത് തൻ്റെ ഭർത്തൃമാതാവായ നവോമിയോട് പറയുന്നുണ്ട്, അമ്മ എവിടെ പോയാലും ഞാൻ അമ്മയെ അനുഗമിക്കും. അമ്മയുടെ ജനം എൻ്റെ ജനം, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. അമ്മ എവിടെ മരിച്ചടക്കപ്പെടുന്നുവോ അവിടെ ഞാനും അടക്കപ്പെടണം. സ്നേഹമായ സാന്നിധ്യമാകുന്ന ഒരു മറുപടിയാണ് റൂത്ത് നവോമിയുടെ മുമ്പിൽ കൊടുക്കുക. മണവാളൻ കൂടെയുള്ളപ്പോൾ സന്തോഷിക്കുന്ന മണവാട്ടിയുടെ സ്നേഹസാന്നിധ്യങ്ങളാകാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. നാമൊക്കെ പണ്ട് പഠിച്ച് മറന്നുപോയ മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്ന നല്ലതാണ്. 2 പേർ ഉറ്റ ചങ്ങാതികളാണ്. അവർ കാശിക്ക് പോകുന്ന വഴി കൊടുങ്കാറ്റ് വന്നപ്പോൾ കരിയില പറന്നു പോകാൻ തുടങ്ങിയപ്പോൾ മണ്ണാങ്കട്ട കരിയിലോട് പറഞ്ഞു, എൻ്റെ ഉത്തമ സുഹൃത്തായി നീ പറന്നു പോകാതിരിക്കാൻ നിൻ്റെ മുകളിൽ കയറി ഞാൻ കിടക്കാം. അങ്ങനെ കൊടുങ്കാറ്റിൽ നിന്നും കരിയിലയെ മണ്ണാങ്കട്ട രക്ഷിച്ചുവെന്ന് ആ കഥ പറയുന്നു. കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങിയപ്പോൾ കടുത്ത പേമാരിയിൽ ഈ മൺകട്ട അലിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തിനെ രക്ഷിക്കാൻ കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിക്കിടന്ന കഥയും നമുക്ക് ഓർക്കാം. കാട്ടുറുമ്പിൻ്റെയും കുഞ്ഞു പ്രാവിൻ്റെയും കഥ. വേടൻ്റെ കയ്യിൽ നിന്നും പ്രാവിനെ രക്ഷിക്കാൻ കാട്ടുറുമ്പ് വേടൻ്റെ കാലിൽ കടിച്ച് അവൻ ഉന്നം തെറ്റിച്ച് പ്രാവിനെ രക്ഷിക്കുന്നു. ആ ചങ്ങാത്തം തുടർന്ന് കാട്ടുറുമ്പ് അപകടത്തിൽപ്പെട്ടപ്പോൾ കാട്ടുറുമ്പിൻ്റെ മുകളിലേക്ക് ഒരു ഇല കൊത്തിയിട്ട് കാട്ടുറുമ്പിനെ രക്ഷിക്കുന്ന പ്രാവ്. ഇത് സ്നേഹസാന്നിധ്യത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ്. തിരുസഭ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മയും ക്ഷണിക്കുന്നു. സ്നേഹസാന്നിധ്യങ്ങളാണ് ആത്മീയതയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയുടെ സ്നേഹസാന്നിധ്യമാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് തിരുസഭ നമ്മോട് പറയുകയാണ്. യോഹന്നാൻ കർത്താവിൻ്റെ സ്നേഹിതനായി വന്ന് കർത്താവ് വളരട്ടെ ഞാൻ കുറയട്ടെ എന്ന് പറഞ്ഞ ആ വലിയ മാതൃക നമ്മുടെ ജീവിതങ്ങളിൽ ശക്തിയും സാന്നിധ്യവുമായി തീരട്ടെ. ഇന്ന് കുടുംബത്തിലെ വ്യക്തിബന്ധങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ വലിയ സ്നേഹ സാന്നിധ്യമാകാനാണ്. ഒരു കുരക്കീഴിൽ കഴിഞ്ഞിട്ട്
പരസ്പരം തിരിച്ചറിയാൻ പോലും കഴിയാത്ത എത്രയോ ബന്ധങ്ങളെ നാം കാണുന്നു. ഒരുപാട് ഭർത്താക്കന്മാർ വിദേശങ്ങളിൽ ജോലി ചെയ്തിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും പണം അയച്ചു കൊടുക്കുന്ന വെറും ബന്ധങ്ങളായി മാറുമ്പോൾ സ്നേഹസാന്നിധ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു. അവിടെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്ന ഒരു പ്രവണത നാം കണ്ടുവരുന്നുണ്ടല്ലോ. ഇന്ന് ഒരു ഭവനത്തിലെ സ്ത്രീയോട് ചോദിക്കുക, ഭാര്യയോട് ചോദിക്കുക, നീ ഏറ്റവും ആഗ്രഹിക്കുന്നത് പണമാണോ അതോ ഭർത്താവിൻ്റെ സ്നേഹസാന്നിധ്യമാണോ? കുറേയേറെ ഭാര്യമാർ ഉത്തരം പറയും ഭർത്താവിൻ്റെ സ്നേഹസാന്നിധ്യം. കുഞ്ഞുമക്കളും ആഗ്രഹിക്കുക അപ്പൻ്റെയും അമ്മയുടെ സ്നേഹസാന്നിധ്യമാണ്. ഒരു വൈദികൻ്റെ സ്പർശനം കിട്ടാൻ ഓടി വരുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് കാണുന്നത് ആ സ്നേഹസാന്നിധ്യം ലഭിക്കാനുള്ള അവന് തീവ്രമായ ആഗ്രഹമാണ്. നമുക്ക് പണ്ട് കണ്ട് മറന്നുപോയ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാണ്. അതിലെ നാഗവല്ലിയായി പിന്നീട് അഭിനയിക്കുന്ന ശോഭനയുടെ കുഞ്ഞിക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അമ്മൂമ്മയുടെ കൂടെ വളർന്ന് മുത്തശ്ശി കഥകൾ കേട്ട് വളർന്ന ശോഭനയ്ക്ക് ഏറ്റവും അന്യമായി തീർന്നതാണ് തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം. കൽക്കട്ടയിൽ മകൾക്ക് വേണ്ടി പണമുണ്ടാക്കാനുള്ള അവരുടെ വ്യഗ്രതകൾക്കിടയിൽ മകൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതായപ്പോൾ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിനിയായ ആ കുഞ്ഞു ശോഭന 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് പരീക്ഷ ഹാളിൽ നിന്നും പേപ്പറെല്ലാം വലിച്ചെറിഞ്ഞ് ഭ്രാന്തിയെപ്പോലെ എണീറ്റോടുന്ന ഒരു മുഖചിത്രം നമ്മുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരിക. കാരണം എന്താണ്? തനിക്ക് കുഞ്ഞുനാളിൽ കിട്ടേണ്ട അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അവൾക്ക് അന്യമായപ്പോൾ അപ്പനോടും അമ്മയോടുമുള്ള വിദ്വേഷം മനസ്സിൽ നിറച്ചിട്ട് അത് മാനസിക വിഭ്രാന്തിയായി തീരുന്നതിൻ്റെ ഒരു സൂചനയാണത്. അതാണ് പിന്നീട് അവളെ വലിയ മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ നയിച്ചും ഡ്യുവൽ പേഴ്സണാലിറ്റിയിലേക്കൊക്കെ മാറാൻ അവളെ പ്രേരിപ്പിച്ചതും ഒരുക്കിയതുമായ ചിത്രങ്ങൾ. ഇന്നത്തെ സമൂഹം എല്ലാവരും ആഗ്രഹിക്കുക ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ കൈമാറുന്ന കുടുംബ ബന്ധങ്ങളെയാണ്. അത് എവിടെയൊക്കെ അപ്രത്യക്ഷമാകുന്നുവോ അവിടെ നമുക്ക് മണവാളനാകാനോ മണവാട്ടിയാകാനോ സാധിക്കാതെ പോകുന്നു. യോഹന്നാൻ കർത്താവിൻ്റെ വളർച്ചയിൽ സന്തോഷിച്ചതുപോലെ പരസ്പരമുള്ള വളർച്ചയിൽ സന്തോഷിക്കാൻ ഈ സ്നേഹസാന്നിധ്യങ്ങൾക്കാകും. ഈ സ്നേഹസാന്നിധ്യങ്ങളാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് തിരിച്ചറിയാൻ തിരുസഭ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അതിനുള്ള ആഹ്വാനം മനസ്സ് സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈശ്വരൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.